ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി കുറച്ച് ദിവസത്തിന് സ്കിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. സ്കിറ്റ് എടുക്കാനൊന്നും വയ്ക്കൂല. അപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും ഞാൻ നമ്മൾ കൊളർക്കാത്തൊരു സംഭവം എന്നറിയില്ലേ, അതേപോലെയാണ് ഇപ്പോൾ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്താന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇപ്പം എൻ്റെ കാലിൻ്റെ അവസ്ഥ. കണ്ടോ, കാലിൻ്റെ ഇതിലിങ്ങനെ ഒരു ചതവുണ്ട്. പിന്നെ കാലിൻ്റെ കണ്ണിക്ക് ഒരു ചെറിയ പൊട്ടുമുണ്ട് കേട്ടോ. അപ്പം അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങൾ പെരുന്നാൾക്ക് വീട്ടിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്ന വഴിക്ക് ഞങ്ങളെ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയിട്ടോ. ഞങ്ങൾ അതേപോലെ ബ്ലോക്കിൽ നിൽക്കുകയായിരുന്നു ഞങ്ങളെ വണ്ടി. മുന്നിൽ കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ നിർത്തിയിട്ടൊക്കെയായിരുന്നു വണ്ടി. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞങ്ങളെ ബാക്കിൽ വന്നിട്ട് ഒരു ബൈക്ക് വന്ന് ഇടിക്കുക ചെയ്ത് കിട്ടാം. അപ്പോൾ അവർ ഭയങ്കര സ്പീഡിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയി. അവർക്ക് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓരോന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങളിവിടുന്ന് ചേണ്ടിന്ന് കേട്ട സംഭവം ഇവിടെ ചേണ്ടിയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും. കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന സമയത്ത് മഗ്‌രിബിന് ശേഷമായിട്ട് ഉണ്ടായത്. ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ വരുന്ന സമയമായിരുന്നു. ഉച്ചക്കുള്ള ഫുഡ് കഴിഞ്ഞിട്ട് വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇക്കാരണം നമുക്ക് പുഴയുടെ അവിടെ പോയിട്ട് കുറച്ച് നേരം കുട്ടികളായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പുഴയ്ക്കൊക്കെ പോയി. അവിടുന്ന് കൊടുക്കാറായപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോരുക ചെയ്തത് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോരുക ചെയ്തത്. പിന്നെ ചേണ്ടിയിൽ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നപ്പോൾ ബ്ലോക്കിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ബാക്കിൽ വന്നിട്ട് ഇടിക്കുക ചെയ്തത്. അതിൻ്റെ കാലിന് വന്നിട്ട് അടിച്ചത് കേട്ടോ. ആ സൈഡിൽ വലത്തെ ഭാഗത്തൊക്കെ വന്നിട്ട് ഇടിച്ച് കാലിൻ്റെ മസിലിൻ്റെ അവിടെ ഇങ്ങനെ ചതവ് പറ്റിയിങ്ങനെ. പിന്നെ അതേപോലെ കാലിൻ്റെ കണ്ണിക്ക് ഒരു എന്താ പറയുക പൊട്ടുമുണ്ട് എന്നിട്ട് ഡോക്ടർ പറഞ്ഞത്. ഞാൻ എത്ര ഇടേണ്ടി വരുന്നൊന്നും അറിയൂല. അപ്പോൾ എന്താ പറയുക, ഞാനിന്ന് സ്കിറ്റ് ഇട്ടിട്ട് നമ്മളെ എന്താ പറയുക റവന്യൂ കാര്യങ്ങളൊക്കെ സ്കിറ്റുമ്പോൾ എനിക്ക് കേരളം ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ട്. കേരളില്ല കേട്ടോ. അത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ അങ്ങനെ സംസാരിച്ചിരുന്നതോ അതേപോലെ എവിടേക്കെങ്കിലും ട്രിപ്പ് പോകണതോ ഒന്നും എനിക്ക് തീരെ കേരളില്ല. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് ഒരു മാസം എന്തായാലും മിക്കവാറും എനിക്കൊരു ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. പ്ലാസ്റ്റർ ഇട്ടിക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ പറയാന്നറിയില്ല. ഞാനിനി ഇങ്ങനത്തെ വീഡിയോസ് ആവും സംസാരിച്ചെങ്ങാണ്ടുള്ള. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത്ര പറയാനുള്ളൂ. ഇത്രയും നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയതും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയതും ഒക്കെ. അതിൻ്റെ ഇടയിൽ വന്നിട്ടാ എന്താ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാൽ അപ്പം അത് കട്ടാക്കി. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഇടണ ഇപ്പോൾ എനിക്ക് വയ്യാതെ ഈ ഒരു മാസം മിക്കവാറും ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ സ്കിറ്റോ നല്ലപോലെ ഇപ്പോൾ കയറുന്നില്ല കേട്ടോ. എന്താ പറയുക, പെരുന്നാളൊക്കെ ആയപ്പോൾ തീരെ കയറാതെ മഴ പെയ്യൽ തുടങ്ങിയതിൻ്റെ ശേഷം സ്കിറ്റും കാര്യങ്ങളും അങ്ങനെ കയറിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ആദ്യമൊക്കെ നല്ല കയറിയിരുന്നു വീഡിയോസൊക്കെ. പക്ഷെ ഇപ്പോൾ വെച്ചിട്ട് നല്ല താഴ്ന്നു വരുന്നുണ്ട് വീഡിയോസ്. എന്താണെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പം മഴ പെയ്തിട്ടോ ആൾക്കാർ എന്താണെന്നറിയില്ല. ഇപ്പോൾ കുറവാണ് കാണൽ. അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക, അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊന്നൊക്കെ സ്കെറ്റ് ഇടാൻ പറ്റും എനിക്ക് തീരെ തോന്നുന്നില്ല. കാരണം നീറ്റ് നടന്നാലല്ലേ നമുക്ക് സ്കെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നീക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കിടന്ന കിടപ്പന്നെ. ഇപ്പോൾ നീറ്റ് അടക്കാനും കാല് തൂക്കിയിടാനും ഒന്നിനും പറ്റില്ല. നീര് വന്നിട്ട് ഇതാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ
എന്തോ പടച്ചോൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെ വേറെ ആർക്കും ഒന്നും പറ്റാതിരുന്നത്. കാരണം ഞാനും എനിക്ക് 2 കുട്ടികളും ഉണ്ടായിരുന്നു സ്കൂട്ടിമ്മ. ചെറിയ മോനിൻ്റെ മടിയിലായിരുന്നു. ഓൽക്കാർക്കും ഒന്നും പറ്റാതെ ഇതുകൊണ്ട് കഴിഞ്ഞ്. പടച്ചവനോട് അതിന് നന്ദി പറയാണ്. കാരണം എൻ്റെ മക്കൾക്കൊന്നും പറ്റിയില്ല. അതേപോലെ ഇക്കാക്കും നയിച്ചു കൊടുത്തിട്ട് വേണ്ടേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനൊക്കെ. ഓർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യുക? ഓർക്കാർക്കൊന്നും പറ്റില്ല, എനിക്ക് മാത്രം. അത് പഠിച്ചാൽ വേണ്ട മാറ്റി തന്നാൽ മതി. ഇപ്പം ഞാനിങ്ങനെ സ്കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ എന്താ പറയുക, അറിയില്ല. അതാ കറണ്ട് പോയിട്ട് ഇവിടെ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. വെളിച്ചം കുറവായി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.